സമ്മേളനങ്ങളിലെ മത്സരവിലക്കിൽ വിശദീകരണവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പാനൽ വെച്ചുള്ള മത്സരത്തിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഔദ്യോഗിക പാനലിനെതിരെ വ്യക്തികൾ മത്സരിക്കുന്നതിന് വിലക്കില്ലെന്നും സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ബിനോയ് വിശ്വം വിശദീകരിച്ചു. പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറി ചട്ടം ലംഘിച്ചാൽ പ്രതിഷേധിക്കാനും സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തീരുമാനമായി. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, നേരത്തെ വലിയ വിവാദമായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ തീരുമാനം. അതായത് ഔദ്യോഗിക പാനലിനെതിരെ മത്സരിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള തീരുമാനമായിരുന്നു. അതിലിപ്പോൾ എന്ത് വിശദീകരണമാണ് CPI സംസ്ഥാന സെക്രട്ടറി നൽകിയിരിക്കുന്നത്? കഴിഞ്ഞ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗീകരിച്ച സമ്മേളന മാർഗനിർദ്ദേശത്തിലാണ് ഈ പാർട്ടി സമ്മേളനങ്ങളിലെ മത്സരത്തിന് വിലക്കേർപ്പെടുത്തിയത്. കഴിഞ്ഞ മാർച്ച് 22-ന് 24 ആണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. പിന്നീട് CPIക്കകത്ത് ഇത് വലിയ തോതിൽ ചർച്ചയായി. പാർട്ടിക്കകത്ത് ഈ തീരുമാനം ഒരു വിവാദമായ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയത്. പാർട്ടി സമ്മേളനങ്ങളിൽ പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത് പ്രതിനിധികളുടെ ജനാധിപത്യപരമായ അവകാശമാണ്. അത് പാനൽ വഴിയോ സമവായം വഴിയോ അംഗീകരിക്കാം. എന്നാൽ ആർക്കെങ്കിലും മത്സരിക്കണമെങ്കിൽ അതും അവരുടെ ജനാധിപത്യ അവകാശത്തിൽപ്പെട്ട കാര്യമാണ്. അതിന് വിപരീതമായിട്ടുള്ള തീരുമാനമെടുത്തുവെന്നാണ് ഉയർന്ന വിമർശനം. അതിനാണ് ബിനോയ് വിശ്വം വിശദീകരണം നൽകിയത്. പാർട്ടി സമ്മേളനങ്ങളിൽ ഔദ്യോഗിക പാനലിനെതിരെ വ്യക്തികൾക്ക് മത്സരിക്കുന്നതിന് ഒരു വിലക്കുമില്ല. എന്നാൽ ബദൽ പാനൽ രൂപീകരിച്ച് ചേരിതിരിഞ്ഞുള്ള ഒരു മത്സരം നടക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് ഈ മാർഗനിർദ്ദേശത്തിലൂടെ പാർട്ടി ചെയ്തത്. അത് തെരഞ്ഞെടുപ്പ് വർഷത്തിൽ പാർട്ടിക്കകത്ത് വലിയ തോതിൽ ചേരിതിരിവും അടിപിടിയും മറ്റും ഉണ്ടാകാതിരിക്കാനുള്ളൊരു മുൻകരുതലാണ് എന്നാണ് ബിനോയ് വിശ്വം സംസ്ഥാന എക്സിക്യൂട്ടീവ് വിശദീകരിച്ചത്. എന്നാൽ വ്യക്തികൾക്ക് മത്സരിക്കുന്നതിന് ഒരു തടസ്സവുമില്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. വിഭാഗീയതയുടെ അടിസ്ഥാനത്തിൽ ചേരിതിരിഞ്ഞ് പാനൽ തിരിഞ്ഞുള്ള മത്സരമാണെങ്കിൽ ആ സമ്മേളനം സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് അടുത്ത സമ്മേളനത്തിന് മുമ്പ് നടത്തി മേൽക്കമ്മിറ്റി ഇടപെട്ട് നടത്തുകയും ചെയ്യും എന്ന തീരുമാനമാണ്. അതിൽ മാറ്റമില്ല എന്നും ബിനോയ് വിശ്വം സൂചിപ്പിച്ചു. ഇതോടൊപ്പം തന്നെ ബ്രൂവറിക്ക് അനുമതി നൽകിയുമായി ബന്ധപ്പെട്ടും എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിമർശനം ഉയർന്നു. ഈ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് കുടിവെള്ളത്തിൻ്റെയും കർഷകർക്ക് ജലം നൽകുന്ന കാര്യത്തിലുമുള്ള ഉറപ്പുകൾ ലംഘിക്കപ്പെട്ടാൽ അതിനെതിരെ ശക്തമായി രംഗത്ത് വരാനും പ്രതിഷേധിക്കാനും സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ നൽകിയ ഉറപ്പുകൾ ലംഘിക്കപ്പെട്ടാൽ അതിനെതിരെ CPI ശക്തമായി തന്നെ രംഗത്ത് വരും എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. GK.